ഭാര്യയെ കൊലപ്പെടുത്തിയ പ്രതിക്ക് ഒടുവിൽ വധശിക്ഷ തന്നെ. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം 18 വർഷമാണ് മാന്നാർ കുട്ടമ്പേരൂർ താമരപ്പള്ളിയിൽ കുട്ടിക്കൃഷ്ണൻ ഒളിവിൽ കഴിഞ്ഞത്. ഒളിവിലുള്ള പ്രതിയെ പിടികൂടാത്തത് സംബന്ധിച്ച് 2022 ഒക്ടോബർ 15 വാർത്തകൾ പുറത്തു വന്നിരുന്നു. പത്തനംതിട്ട ഇലന്തൂരിൽ നരബലി നടന്ന സമയത്തായിരുന്നു ഇതും. ഒളിവിലായിരുന്നപ്പോൾ വീട്ടുകാരുമായോ ബന്ധുക്കളുമായോ പ്രതിക്ക് അടുത്ത ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതിലും പ്രതി ശ്രദ്ധിച്ചു. എന്തായാലും പിന്നീട് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. കൊലക്കേസിൽ ജയിലിൽ കഴിയവേ സഹതടവുകാരനായ മോഷ്ടാവിനോട് ഭാര്യയുടെ ആഭരണങ്ങൾ വീടിന് പിൻവശത്ത് വാഴച്ചുവട്ടിൽ കുഴിച്ചിട്ടതായും കുട്ടിക്കൃഷ്ണൻ പറഞ്ഞിരുന്നു. ജാമ്യത്തിലിറങ്ങിയ മോഷ്ടാവ് മാന്നാറിലെത്തി ഇത് കുഴിച്ചെടുത്ത് സ്ഥലം വിട്ടു. പോലീസ് അന്വേഷണത്തിനിടെ പിടിക്കപ്പെടുമെന്നായപ്പോൾ ഇയാൾ ലോഡ്ജിൽ ജീവനൊടുക്കുകയായിരുന്നു. എന്തായാലും ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ മകൾക്ക് കൈമാറും. അതേസമയം ഭാര്യയുടെ തലയറുത്ത് കൊലപ്പെടുത്തിയെന്നും വേർപെട്ട തല എടുത്ത് മൃതദേഹത്തിന് മുകളിൽ വച്ചെന്നുമാണ് പ്രോസിക്യൂഷൻ കേസ്. മൃതദേഹത്തോടുള്ള അനാദരവിന് 1 വർഷം കഠിന തടവും വിധിച്ചിട്ടുണ്ട്. പിഴത്തുകയിൽ 500,000 രൂപ മകൾക്ക് കൈമാറണം. കൊലപാതകത്തിന് പിറ്റേന്ന് ഇയാൾ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. 84 ദിവസത്തിനു ശേഷം ജാമ്യം ലഭിച്ച കുട്ടിക്കൃഷ്ണൻ വീണ്ടും ഒളിവിൽ പോയി. പല പേരുകളിൽ പലയിടങ്ങളിൽ വേഷം മാറിക്കഴിഞ്ഞ ഇയാളെ 19 വർഷത്തിനു ശേഷം 2023 ഒക്ടോബറിലാണ് എറണാകുളം തൃക്കാക്കരയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്.